الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും എളുപ്പത്തിലും പ്രയാസത്തിലും എല്ലായിടത്തും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ എന്ന ജീവി ഈ ദുന്യാവിലെ ഇതര ജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കാരണങ്ങളാൽ ആ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തി കുറഞ്ഞവനും ദുർബലനും ശാരീരികമായ കഴിവുകൾ കുറഞ്ഞവനുമൊക്കെയാണ്. മനുഷ്യനേക്കാൾ ഭീകരമായ കരുത്തുള്ള, വേഗതയുള്ള, കാഴ്ചയുള്ള, കേൾവിയുള്ള ഒരുപാട് ജീവികൾ ഈ ലോകത്ത് ജീവിക്കുന്നു. എന്നാൽ ആ ജീവികളിൽ ഒരു ജീവിയായി 60, 70, 80 കൊല്ലത്തെ ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒരു വെറും സൃഷ്ടിയല്ല മനുഷ്യനെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്, അറിവുണ്ട്. മനുഷ്യന്റെ മേൽ കൃത്യമായ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം മനുഷ്യൻ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ശക്തമായ വിചാരണ വരാനുണ്ട്. ആ വിചാരണയ്ക്ക് ശേഷം ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ശരിതെറ്റുകളിൽ രക്ഷയും ശിക്ഷയും അനുഭവിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ആകത്തുക, അതിൻ്റെ അടിത്തറ. ഈ ഇസ്ലാമികമായ വിശ്വാസം, ഈ ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് വേണ്ടി നിശ്ചയിച്ചത് അവരുടെ ജീവിതം സമാധാനപൂർണമാവാനും ധാർമ്മികമാവാനും വേണ്ടിയാണ്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്താനാണ് പ്രവാചകന്മാർ വന്നത്, വേദഗ്രന്ഥങ്ങൾ വന്നത്, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് കൽപ്പിച്ചത്. ആ ഉത്തരവാദിത്തങ്ങൾ എവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ അത് മുഴുവൻ കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകും. ഒരു വലിയ വിവാഹം നടക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഇരിപ്പിടങ്ങളും വിശാലമായ ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, വിശാലമായ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
കല്യാണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് ആളുകളെ നിർത്തിയിട്ടുണ്ട്. എല്ലാം സ്വസ്ഥമാണ്, ശുഭമാണ്, രാവിലെ എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. പക്ഷേ ആ കല്യാണത്തിന് വരുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളുടെ പാർക്കിംഗ് രീതി ക്രമീകരിക്കേണ്ട ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അയാൾ തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്ത് കാണിക്കുന്ന ചെറിയ ഒരു അലസത ആ കല്യാണത്തിനെ മുഴുവൻ അലങ്കോലമാക്കി കളയും. വന്നവർക്ക് വണ്ടി നിർത്താനാവാതെ, ഇറങ്ങി വരാനാവാതെ, നിർത്തിയ വണ്ടികൾ എടുക്കാനാവാതെ, ഭക്ഷണ ഹാളിലേക്ക് എത്താനാവാതെ, ലക്ഷങ്ങൾ മുടക്കിയ ആ കല്യാണത്തിൻ്റെ എല്ലാ സൗന്ദര്യവും അതിൻ്റെ ഈ അവസ്ഥയിൽ അത് ഇല്ലാതായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. അള്ളാഹു പറയുന്നത്, അള്ളാഹു ഈ ലോകത്ത് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു താല ഉണ്ടാക്കി വെച്ചു. എന്തൊക്കെയാണോ വേണ്ടത് എല്ലാ കാര്യങ്ങളും. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, ഭൂമിയെ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യർക്ക് ഏറ്റവും അനുകൂലമായ രൂപത്തിലാക്കി നിശ്ചയിച്ചു. അതിനുശേഷം നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. മനുഷ്യർക്ക് നോക്കൂ, വെള്ളം, വായു, തണുപ്പ്, ചൂട്, അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് അള്ളാഹു ശരിക്ക് ക്രമീകരിച്ചു. പിന്നീട് മനുഷ്യനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വായു മലിനമാകുന്നു, വെള്ളം മലിനമാകുന്നു, ചുറ്റുപാടുകൾ പ്രയാസമാകുന്നു, ജീവിതം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ കാരണമാകുന്നത് ഈ അള്ളാഹു നിശ്ചയിച്ച ബാധ്യതയിൽ നിന്ന് അത് നിർവഹിക്കുന്നിടത്ത് മനുഷ്യൻ കാണിക്കുന്ന ചില അലംഭാവങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കണം. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാതെ വരുമ്പോൾ അതിൻ്റെ അനന്തരഫലമായിരിക്കും പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും വ്യാപകമായ രൂപത്തിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പ്രത്യക്ഷപ്പെടും. എന്താ കാരണം? ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ പ്രവർത്തന ഫലമായിട്ട്. അവൻ്റെ സ്വാർത്ഥത, അവൻ്റെ അത്യാഗ്രഹം, അവൻ്റെ അസൂയ, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, മറ്റുള്ളവരെ പിടിച്ചടക്കാനുള്ള അവൻ്റെ ത്വര, ഇങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് കടലും കരയുമൊക്കെ എപ്പോഴും മനുഷ്യർക്ക് പ്രയാസകരമാവുക എന്ന് അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യം സൂറത്തുൽ അഹ്സാബിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നാ അറളിനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആരാണ് മനുഷ്യനെന്നും മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം എന്താണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ വചനമാണത്. ഇന്നാ അറളിനൽ അമാനത്ത. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമാനത്ത് പണ്ട് ആൾക്കാർ പറയും അനാമത്ത് എന്ന് പറയും. അത് അനാമത്ത്, അതൊരു അനാമത്ത് സ്വത്താണ്. എന്താണ് ഈ അനാമത്ത് എന്ന് പറഞ്ഞാൽ? വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു കാര്യം, അതാണ് അമാനത്ത്. ഒരു കാര്യം, അതൊരു വസ്തുവാവാം, അതൊരാശയമാവാം, അതൊരു കാര്യമാവാം, എന്താവാം, അത് വിശ്വസിച്ച് അത് നശിപ്പിക്കുകയില്ല, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് വിഘ്നമുണ്ടാക്കുകയില്ല, വിശ്വാസ വഞ്ചന ഉണ്ടാവുകയില്ല, ലംഘനം ഉണ്ടാവുകയില്ല എന്ന ബോധ്യത്തോടു കൂടി ഒരു സാധനം, ഒരാശയം, ഒരു വസ്തു, ഒരു നിയമം അത് ഒരാളെങ്ങോട്ട് ഏൽപ്പിക്കുക. അതിന് പറയുന്ന പേരാണ് ഈ അമാനത്ത്. അല്ലാഹു തആല പറയുന്നത് ഇന്നാ അറളിനൽ അമാനത്ത. ഈ അള്ളാഹുവിൻ്റെ കൽപ്പന അതനുസരിച്ച് ജീവിക്കുക എന്ന ആ അമാനത്തുണ്ടല്ലോ, ആ അത് അല്ലാഹു തആല ആകാശത്തിൻ്റെ മുമ്പിൽ, ഭൂമിയുടെ മുമ്പിൽ, പർവ്വതങ്ങൾക്ക് മുമ്പിലൊക്കെ അല്ലാഹു അതിങ്ങനെ കാണിച്ചതാ. നിങ്ങൾ റെഡിയാണോ? എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാം, എൻ്റെ ഞാൻ ഏൽപ്പിക്കുന്ന ബാധ്യതകൾ ജീവിതത്തിൽ പുലർത്താം, അതനുസരിക്കാൻ. അള്ളാന്റെ സൃഷ്ടികളാണല്ലോ ആകാശം, ഭൂമിയും, പർവ്വതം, സമുദ്രം, മനുഷ്യനും മറ്റു ജീവികളും സസ്യങ്ങളും ഒക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്. അപ്പൊ ഈ പർവ്വതങ്ങളോട്, ആകാശങ്ങളോട്, ഭൂമിയോടൊക്കെ അള്ള ചോദിക്കുക, ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നാ അറളിനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ.
ആകാശം, ഭൂമി, പർവ്വതങ്ങൾ, ഇവർക്ക് മുമ്പിലൊക്കെ അള്ളാഹു ഈ ഒരു സംഗതി സമർപ്പിച്ചിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ തയ്യാറാണോ? ആ സൃഷ്ടികളൊക്കെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നത് അത് തങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് അവർ വിസമ്മതിച്ചു. കാരണം അവർക്ക് പേടിണ്ടായിന. അള്ളാഹുവിൻ്റെ കൽപ്പന ജീവിതത്തിൽ പുലർത്തി അത് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരവസ്ഥയിൽ അത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നത്, അതിലെന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ, അപകടം സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഭീകരമാകുമെന്നത് ആ സൃഷ്ടികളൊക്കെ ഈ ഒരു ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കാൻ അവ ഭയപ്പെട്ടു, അവ വിസമ്മതിച്ചു. ഇൻസാൻ, എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഞാൻ ഈ പറഞ്ഞ കൊച്ചു സൃഷ്ടികളായ മനുഷ്യവർഗം, ഞങ്ങൾ അത് ഏറ്റെടുത്തു കൊള്ളാം, അവർ അത് ഏറ്റെടുത്തു. ഇൻസാൻ. എന്നിട്ട് അള്ളാഹു തആല മനുഷ്യന് കൊടുത്തൊരു വിശേഷണം എന്താ അറിയോ? ഇന്നഹു കാന ലലൂമൻ ജഹൂല. ലലൂം എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്യുന്നവനാ, ജഹൂല് എന്ന് പറഞ്ഞാൽ വിവരക്കേട് ചെയ്യുന്നവനാ. ജീവിതത്തിൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് അക്രമങ്ങളും വിവരക്കേടുകളും എമ്പാടും വന്നു പോകാൻ സാധ്യതയുള്ള ആ മനുഷ്യവർഗം ആ അമാനത്ത് ഏറ്റെടുത്തു. അങ്ങനെയാണ് ലോകത്തിലെ മറ്റു സൃഷ്ടികൾക്കൊന്നുമില്ലാത്ത ഒരു ഉത്തരവാദിത്തം ഈ മനുഷ്യനെ അള്ളാഹു നിശ്ചയിക്കുന്നത്. ഈ ഉത്തരവാദിത്തം മനുഷ്യനെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. മലക്കുകളെക്കാൾ ഉന്നതമായ അവസ്ഥയിലെത്താൻ ഈ ഉത്തരവാദിത്തങ്ങൾ മനുഷ്യനെ സാധിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് അല്ലാഹു തആല മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് എന്തിനാണെന്നറിയോ? ആ മലക്കുകളെക്കാൾ മേലെയായിരിക്കും മനുഷ്യന്റെ സ്ഥാനമെന്നവരെ ബോധ്യപ്പെടുത്താനാണ്. എന്നാൽ അതേ റബ്ബ് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത് മനുഷ്യൻ കാണിക്കുന്ന അലസതയും വൈമുഖ്യവും അവനെ ഏറ്റവും മോശപ്പെട്ട അസ്ഫല സാഫിലീൻ, അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളതെന്നാ, അതിനേക്കാൾ താഴെയുള്ള ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, കൽ അൻആം, നാൽക്കാലികളെ പോലെ. എന്നിട്ട് അല്ലാഹ് പറയാണ്, അല്ല നാൽക്കാലികളെ പോലെ എന്ന് പറയാൻ പറ്റൂല, നാൽക്കാലികൾക്ക് ബുദ്ധിയും കഴിവൊന്നുമില്ലല്ലോ, ആ നാൽക്കാലികളെക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മനുഷ്യരെത്തുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, എങ്ങനെയൊക്കെയോ ജനിച്ച് എങ്ങനെയൊക്കെ ജീവിച്ച് നമ്മുടെ ആഗ്രഹമൊക്കെ പൂർത്തിയായി അത് കണ്ണടച്ച് പോയാൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ജീവിതമെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട. ലോകത്ത് ആകാശവും ഭൂമിയും അടക്കമുള്ള ആ മഹാസൃഷ്ടികൾ ഏറ്റെടുക്കാൻ വൈമനസ്യം കാണിച്ച, വൈമുഖ്യം കാണിച്ച, അവർ ഭയപ്പെട്ട ആ അമാനത്ത് എന്ന ഭാരിച്ച സംഗതി ജീവിതത്തിൽ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ, ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉത്തരവാദിത്തങ്ങളില്ലാത്ത ഒരൊറ്റ മനുഷ്യനില്ല. അല്ലാഹു തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും, നിങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ്. കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും റാഇമാരാണ്. എന്താ റാഇ എന്ന് പറഞ്ഞാൽ? റാഇ അൽ അനം എന്ന് പറഞ്ഞാൽ ആടിനെ മേക്കുന്നവനാണ്. എന്താ റാഇ? ആടുകൂട്ടത്തെ രാവിലെ കൂട്ടിൽ നിന്നിറക്കി അവയെ അങ്ങനെ കൊണ്ടുപോയി ചെന്നായ്ക്കളും നായ്ക്കളും ഒന്നും വേട്ടയാടാതെ സുരക്ഷിതമായി പുല്ലുള്ളിടത്ത് തീറ്റി, വെള്ളം കൊടുത്ത്, തണൽ കൊടുത്ത്, വെയിലത്തകപ്പെടാതെ, പ്രയാസത്തിൽപ്പെടാതെ വൈകുന്നേരം വയറ് നിറച്ച് കൂട്ടിലേക്ക് എത്തിക്കുന്ന ഇടയൻ. കുല്ലുക്കും റാഇൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആട്ടിടയൻ തന്റെ ആടുകളോട് കാണിക്കുന്ന ആ സുരക്ഷിതത്വ ബോധമുണ്ടല്ലോ, അതേ ബോധത്തോടു കൂടി നിങ്ങൾ നിർവഹിക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. എനിക്കൊരു ഉത്തരവാദിത്തം ഒന്നല്ല, കുറേ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ആ ഉത്തരവാദിത്തം. എന്നിട്ട് പ്രവാചകൻ പറയണേ, കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ,
എനിക്കെന്തിനാ ഓല കാര്യം നോക്കണേ? ഞാൻ എൻ്റെ കാര്യം നോക്കിയാ പോരെ? അങ്ങനെ എൻ്റെ കാര്യം നോക്കാൻ ശക്തിപ്പെടുന്ന കുറെ ശബ്ദങ്ങൾ കേൾക്കാം. റസൂലുള്ളാഹി പറയണേ, കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തി, നിങ്ങൾ ഓരോരുത്തരും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും. എന്തിനെ കുറിച്ച്? അൻ റഅയത്തി, നിങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ച നിങ്ങളുടെ കീഴിൽ അവരുടെ ഉത്തരവാദിത്തം അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കളും ആളുകളും ഒക്കെ ഉണ്ടല്ലോ, അവരോട് നിങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ചോദിക്കപ്പെടും. പാതിരാത്രിയിൽ ഉറക്കമില്ലാതെ പ്രയാസപ്പെട്ട ഉമറിന്റെ സങ്കടം കണ്ടപ്പോ ആരൊക്കെയോ ചോദിക്കുന്നു, എന്താണ് ഉമറെ പ്രയാസം? ഉമർ പറഞ്ഞത്, എന്റെ സാമ്രാജ്യം വിശാലമാവുകയാണ്, കണ്ണെത്താ ദൂരത്തേക്ക് സാമ്രാജ്യം അങ്ങനെ വികസിച്ചു പോവാ, തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന് കീഴൊതുങ്ങി വരിക. ഏതൊരു രാജാവും അഹങ്കാരത്തോടു കൂടി വിജയം ആഘോഷിക്കുന്ന സമയത്ത് ഖലീഫ ഉമർ കരഞ്ഞ്. എന്താ കാരണം? എന്റെ വിശാലമായ സാമ്രാജ്യത്തിന്റെ അങ്ങേ തലക്കൽ ഏതെങ്കിലും നദിക്കരയിലൂടെ, വറ്റി വരണ്ട നദിയുടെ തീരത്തിലൂടെ ഒരാട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഈ ഉമറിനാണല്ലോ. അതിനെക്കുറിച്ച് നാളെ റബ്ബനോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും എന്നോർത്തിട്ടാണ് ഖലീഫ ഉമർ രാത്രിയിൽ ഉറക്കമില്ലാതെ കരഞ്ഞത്. അതാണ് കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തി, എന്തൊക്കെ നമ്മുടെ കീഴിലുണ്ടോ അതിനോടൊക്കെയുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചോ എന്ന് ഓരോരുത്തരും ചോദിക്കപ്പെടും. എന്നിട്ട് പ്രവാചകൻ പറയണേ, അൽ ഇമാമു റാഇൻ, അൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഅയത്തി. ഇമാം എന്ന് പറഞ്ഞാൽ നേതാവ് എന്നർത്ഥം. വീട്ടിലെ നേതാവുണ്ട്, കുടുംബനാഥൻ, ക്ലാസ്സിലെ നേതാവുണ്ട്, കടയിലുണ്ട്, റോട്ടിലുണ്ട്, സമൂഹത്തിനുണ്ട്, രാജ്യത്തിനുണ്ട്. ഏത് ഒരു ഇമാം എന്ന് പറഞ്ഞാൽ ഒരു നേതൃസ്ഥാനം ഒരാളെ ഏൽപ്പിക്കാം. അത് പ്രധാനമന്ത്രിന്റെ ആവണമെന്നില്ല, ഏതൊന്നിന്റെ നേതൃത്വമാവാം. ആ നേതൃസ്ഥാനം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ നേതൃത്വത്തിന് കീഴിലുള്ള ആളുകൾക്കാർക്കെങ്കിലും ആ നേതൃത്വം കൊണ്ട് കിട്ടേണ്ടത് കിട്ടാതെ വരികയോ പരിഗണിക്കപ്പെടാതെ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നാളെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പ്രവാചകന്റെ അടുത്ത് വന്ന് വളരെ ദുർബലനായ ഒരു സഹാബി പറഞ്ഞു, റസൂലേ, എനിക്ക് ജീവിക്കാൻ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ആ ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കണം, ഞാനത് ചെയ്തോളാം. പ്രവാചകൻ അദ്ദേഹം പറഞ്ഞത് കേൾക്കാത്തത് പോലെ നടന്നു. അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു. പ്രവാചകൻ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ഭാരമാണ്, അത് ഏറ്റെടുക്കാനുള്ള ശേഷി താങ്കൾക്കില്ല, അതുകൊണ്ട് താങ്കൾ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല, അതൊരു ഭാരം. ആ ഉത്തരവാദിത്തം എന്ന ഭാരം നമ്മൾ സ്വയം ഏറ്റെടുക്കാതെ തന്നെ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ബാപ്പാന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വന്നവര്, ഉമ്മാന്റെ ഉത്തരവാദിത്തമുള്ളവര്, മക്കളുടെ ഉത്തരവാദിത്തം, നാടിന്റെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഉണ്ടാവും. ആ ഉത്തരവാദിത്തങ്ങൾ അൽ ഇമാമു റാഇൻ, തീർന്നില്ല, വറജുലു റാഇൻ, ഓരോ ആണുങ്ങളും റായിമാരാണ്. എല്ലാവർക്കും ഉണ്ട്. ഓരോ ആണിനും, ഈ ഇരിക്കുന്ന ഓരോ ആണിനും, അത് കുട്ടിയാവട്ടെ മുതിർന്നവരാവട്ടെ, അവർക്കൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചോ ഇല്ലയോ എന്ന് നാളെ ചോദിക്കപ്പെടും. ഭർത്താവിന്റെ വീടിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ഭർത്താവിന്റെ വീടിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവളാണ് ഭാര്യ. ആ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് അവൾ ചോദിക്കപ്പെടും. തീർന്നില്ല, വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി വമസ്ഊലുൻ അൻ റഅയത്തി. വൽ ഖാദിം, ഒരു വേലക്കാരൻ, ഒരു ജോലിക്കാരൻ, ഒരു കാവൽക്കാരൻ, വെറുതെ ചിലപ്പോൾ 100, 200, 500 ഉറുപ്പികൾക്ക് പണിയെടുക്കുന്ന ഒരു ജോലിക്കാരനാവാം, കാവൽക്കാരനാവാം. ആ കാവൽക്കാരൻ വൽ ഖാദിം, ആ ജോലിക്കാരൻ, സേവകൻ, അവനും ഒരു റായിയാണ്. ഫീ മാലി സയ്യിദിഹി, തന്റെ യജമാനന്റെ സ്വത്തിനെ, ആരാണോ തന്നെ ആ പണി ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ചവന്റെ സ്വത്തിനെ സത്യസന്ധതയോടുകൂടി അവൻ സൂക്ഷിക്കണം. ആ സൂക്ഷ്മതയിൽ അവൻ എന്തെങ്കിലും വിളവ് കാണിച്ചാൽ, ഇളവ് കാണിച്ചാൽ, വമസ്ഊലുൻ അൻ റഅയത്തി, അവന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടും. ഫകുല്ലുക്കും റാഇൻ, പ്രവാചകൻ പിന്നെയും പറയാ, വകുല്ലുക്കും റാഇൻ,
എല്ലാവരും റായിമാരാട്ടോ, എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഉത്തരവാദിത്തം. ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ, ഞാൻ എൻ്റെ സുഖം നോക്കിയാൽ പോരെ, ഞാൻ എൻ്റെ കാര്യം അല്ല, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തി, നിങ്ങൾ ഓരോരുത്തരും അവരവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ലോകത്താകമാനവും ഉണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഏത് പ്രശ്നങ്ങളാവട്ടെ, ആ പ്രശ്നങ്ങളുടെയൊക്കെ മൂലകാരണം എന്ന് പറയുന്നത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടാതെ പോയതിൻ്റെ അനന്തരഫലങ്ങളാണ്. എന്തിനേറെ നമ്മുടെ കുട്ടികളൊക്കെ, പുതിയ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് നമ്മൾ ചോദിക്കുമ്പോഴും അവിടെ ഒരു ഉത്തരമുണ്ട്. ആ കുട്ടികളെ വളർത്തുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, അവർ ആ കുട്ടികളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാത്തതിൻ്റെ ദുരന്തമാണ് അവരനുഭവിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും. നമ്മുടെ രാജ്യത്ത് കാണുന്ന കുഴപ്പങ്ങൾ, അഴിമതികൾ, വേണ്ടാത്തരങ്ങൾ, സ്വജനപക്ഷപാതങ്ങൾ എന്താ കാരണം? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച കാണിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങളാണത്. അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തം അല്ലേ? യാ മുആദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിനോട് ചോദിക്കണേ, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. മുആദ്, അല്ലാഹു ജനങ്ങളുടെ പക്കൽ നിന്ന് ജനങ്ങൾക്ക് അള്ളാഹുവിനോടൊരു ഉത്തരവാദിത്തമുണ്ട്. അതെന്താന്ന് നിനക്കറിയോ? ഈ നമുക്കൊക്കെ ഉത്തരവാദിത്തം തുടങ്ങുക കേട്ടോ. ഒരുത്തനും ഒഴിവില്ലാത്ത ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിനോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്തം? മുആദ് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ഇക്കറിയില്ല, അള്ളാഹുവും റസൂലിനെ കൂടുതൽ അറിയാം. പ്രവാചകൻ പറഞ്ഞു, അയ്യുഅ്ബദല്ലാഹ് വലാ യുശ്റക ബിഹി ശൈആ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ആരാധനകൾ അള്ളാഹുവിന് മാത്രമാവുക, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അതാണ് ഒരു മനുഷ്യന് തൻ്റെ സൃഷ്ടാവിനോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അത് ലംഘിക്കപ്പെട്ടാൽ തകർന്ന് തളർന്ന് അവൻ്റെ ജീവിതം പിന്നെ കഴിഞ്ഞ്. എന്നിട്ട് അതിന് ശേഷം റസൂല് പറയുന്നുണ്ട്, മുആദേ, അള്ളാഹുവിനോടുള്ള ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആളുകൾ, അവരോട് അള്ളാഹുവിന് തിരിച്ചുള്ള ഉത്തരവാദിത്തം എന്താ നിനക്കറിയോ? മുആദ് പറഞ്ഞു, അല്ലാഹു റസൂലു അഅലം, അള്ളാഹുവിനും പ്രവാചകനും കൂടുതൽ അറിയാം. അപ്പൊ റസൂൽ പറയാണ്, അല്ലാ യുഅദ്ദിബഹും, അങ്ങനെ അള്ളാഹുവിനെ മാത്രം ജീവിച്ച് ശിർക്ക് ചെയ്യാതെ റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിച്ചാൽ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നത് അള്ളാഹു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും, ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ച മുഴുവൻ ആളുകളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തം അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കണം. ഒന്ന്, അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യണം. രണ്ട്, ആ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം. മൂന്ന്, ആ ഇബാദത്തിൽ യാതൊന്നിനെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കണം. അതാണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ പരമമായ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചാൽ അള്ളാഹു നമ്മളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ വാക്തത്വം അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു ഒരു കാര്യം വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അള്ളാഹു ലംഘിക്കൂല. അതിൽ പേടിക്കണ്ട. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അതുപോലെ ഒരുപാട് വസ്തുക്കളോട്, പ്രകൃതിയോട്, ചുറ്റുപാടിനോട്, സമൂഹത്തോട്, കുടുംബത്തോട്, അയൽപക്കത്തോട്, മാതാപിതാക്കളോട്, സ്വന്തത്തോട്. പ്രവാചകന്റെ കാലത്ത് ഒരു സ്ത്രീ അവശയായി ക്ഷീണിച്ചതുപോലെ നടക്കുന്നത് കണ്ടപ്പോ ആരോ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, പറ്റേ വീട്ടിൽ ഭർത്താവൊന്നും ഇല്ലേ? അപ്പൊ ആ സ്ത്രീ പറഞ്ഞത്, ഭർത്താവിന് എന്റെ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യമില്ല, രാത്രി മുഴുവൻ നിസ്കാരാണ്, പകല് മുഴുവൻ നോമ്പാണ്, എന്നെ ഒന്നും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് ഇങ്ങനെയായി. അയാളുടെ സുഹൃത്ത്, കൂട്ടുകാരൻ അന്ന് ആ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, വരും ഭക്ഷണം കഴിക്കാം. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് നോമ്പാണ്,
നോമ്പ് മുറിക്കണം, എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചേ പറ്റൂ. നിർബന്ധിച്ച് നോമ്പ് മുറിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച്. രാത്രി കിടക്കാൻ നേരത്ത് വീട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ കിടന്നോളിട്ടോ, സൗകര്യമുണ്ട്, പായും തലയിലൊക്കെ റെഡി, ഉറങ്ങിക്കോളി, ഞാൻ പോയി നിസ്കരിക്കട്ടെ. അതിഥി പറഞ്ഞു, പോരാ, നിങ്ങളും എൻ്റെ കൂടെ കിടന്നുറങ്ങണം. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പാഠം അയാളെ പഠിപ്പിക്കുകയാണ്. നിനക്ക് നിന്റെ ശരീരത്തോട് ഹക്കുണ്ട്, ബാധ്യത. ശരീരം ക്ഷീണിക്കാതെ കൊണ്ട് നടക്കണം. ശരീരത്തിനെ രോഗികളാക്കുന്ന പുകവലിയടക്കമുള്ള, ശരീരത്തിനെ നശിപ്പിക്കുന്ന മാരക വിഷാംശമുള്ള ഭക്ഷണങ്ങളടക്കമുള്ള, ശരീരത്തിന്റെ ശക്തിയെ നശിപ്പിച്ച് കളയുന്ന ജീവിത ശൈലികൾ, അതൊക്കെ ഒഴിവാക്കണം. ഈ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. എന്താ? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഉണരേണ്ട സമയത്ത് ഉണരണം, ആ ബാധ്യത നിർവഹിക്കണം. നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. ആ ഭാര്യയോട് ഏതൊക്കെ രൂപത്തിൽ പെരുമാറണോ ആ രൂപത്തിലൊക്കെ പെരുമാറിക്കൊള്ളണം. പഠിപ്പിക്കുകയാണ്. അതൊക്കെ ബാധ്യതയാണ്. ആ ബാധ്യതയൊക്കെ എവിടെയാണോ നമ്മൾ വീഴ്ച വരുത്തുക, എൻ്റെ ശരീരത്തിനെ രോഗിയാക്കുന്ന ഒരു ശീലം എനിക്കുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിനെ ക്ഷയിപ്പിക്കുന്ന ഒരു രീതി എനിക്കുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതൊക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഞാൻ വരുത്തുന്ന വീഴ്ചയാണ് എന്ന ബോധവും നമുക്കുണ്ടാവണം. നമ്മളാരും നിസ്സാരന്മാരല്ല. ആകാശവും ഭൂമിയും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ മടിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാ നമ്മൾ. ആ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നവരാ. അതുകൊണ്ട് അലസന്മാരാവാതിരിക്കുക, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മറക്കാതിരിക്കുക. കൃത്യമായ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം നിശ്ചയിക്കപ്പെട്ട അതിശ്രേഷ്ഠരായ ജീവികളാണ് നമ്മളെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അഴുക്കിലും വൃത്തികേടുകളിലും വേണ്ടാത്തരങ്ങളിലും പുഴുവരിക്കുന്ന മാലിന്യങ്ങളിലും തോന്നിവാസങ്ങളിലും ജീവിതത്തെ കൊണ്ടുപോയി ഇടാതെ ഏറ്റവും ശ്രേഷ്ഠമായ വഴിയിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് തഖുല്ലാഹ്. നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. അലി ഇബ്നു അബീ ത്വാലിബിന് ഏറെ ഇഷ്ടപ്പെട്ട, അദ്ദേഹം ഏറെ വില കൽപ്പിച്ചിരുന്ന ഒരു പടയങ്കി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. യുദ്ധത്തിന്റെ സമയത്തൊക്കെ തൻ്റെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടത്തോടുകൂടി അദ്ദേഹം ഉപയോഗിക്കാറുണ്ടായിരുന്ന ഒരു പടയങ്കി. ഒരു രാത്രി ആ പടയങ്കി അദ്ദേഹത്തിന് നഷ്ടമായി. അതെവിടെയോ വെച്ചു. എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ലാതെ ആ പടയങ്കി നഷ്ടമായി. ഖലീഫ എല്ലായിടത്തും ആ പടയങ്കി അന്വേഷിച്ചു, പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ കൂഫയിലെ അങ്ങാടിയിൽ ഒരാൾ പടയങ്കി വിൽക്കാൻ വെച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ അലിയിന്റെ പടയങ്കിയുണ്ട്. അമീറുൽ മുഅ്മിനീനാണ്, ആ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. തന്റെ പടയങ്കി അയാൾ ഒരു മുശ്രിക്കായ ജൂതനാണ് എന്നും പറയപ്പെടുന്നു. എന്തായിരുന്നാലും മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി ഈ പടയങ്കി വിൽക്കാൻ വെച്ചിരിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് ആ കച്ചവടക്കാരന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ പടയങ്കി എന്റേതാണ്, എന്റേത് നഷ്ടപ്പെട്ടതാണ്. അയാൾ പറഞ്ഞു, അല്ല, ഇതെന്റെ പടയങ്കിയാണ്, കാലങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്, ഇത് എന്റേതാണ്. അയാൾ തർക്കിച്ചു. സ്വാഭാവികമായും ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ആ പടയങ്കി അയാളിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങാൻ അധികാരവും കരുത്തുമുണ്ട്. പക്ഷേ ആ രാജ്യത്തൊരു വ്യവസ്ഥിതിയുണ്ട്. ഒരു വിഷയത്തിൽ തർക്കമായാൽ അത് കോടതിയിലേക്ക് എത്തണം. അതാണ് രാജ്യത്തിന്റെ വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതി പാലിക്കേണ്ടവനാണ് ഖലീഫ. അതുകൊണ്ട് ഖലീഫ പറഞ്ഞു, ഇത് എന്റേതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടേതാണെന്ന് നിങ്ങളും പറയുന്നു, നമുക്കിത് കോടതിയിലെത്തിക്കാം. മജിസ്ട്രേറ്റിന്റെ മുമ്പിലെത്തി. ഷുറൈഹാണ് ജഡ്ജി. അമീറുൽ മുഅ്മിനീന് ശമ്പളം കൊടുത്ത് അമീറുൽ മുഅ്മിനീന്റെ ഭരണത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഷുറൈഹ്. ആ ഷുറൈഹിന്റെ മുമ്പിലേക്കാണ് പടയങ്കിയുടെ അവകാശവാദവുമായി ഈ മുശ്രിക്കായ മനുഷ്യനും ഖലീഫയും ചെല്ലുന്നത്. ഷുറൈഹ് ഖലീഫയോട് ചോദിക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, ഈ പടയങ്കി
നിങ്ങളുടേതാണ് എന്നതിന് എന്താണ് തെളിവ്? ഇസ്ലാമികമായ നിയമവ്യവസ്ഥയുടെ ഒരു അടിസ്ഥാനം എന്താ അറിയോ? ഒരു വസ്തു അത് എന്റേതാണ് എന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ അയാൾ അതിന് തെളിവ് ഹാജരാക്കണം. മറുഭാഗത്തുള്ള ആളാവട്ടെ, അയാൾ സത്യം ചെയ്തു പറയണം, ഞാൻ എടുത്തതല്ല, ഇത് എന്റേതു തന്നെയാണ്. ആരാണോ അത് എന്റേതാണെന്ന് വാദിക്കുന്നത് അവൻ തെളിവ് ഹാജരാക്കണം. അതാണ് നിയമത്തിന്റെ അടിസ്ഥാനം. അലി പറഞ്ഞു, ഈ പടയങ്കി എന്റേതാണ്, ദിവസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടതാണ്, അതെനിക്ക് തിരിച്ചു കിട്ടണം. മജിസ്ട്രേറ്റ് മറുഭാഗത്തുള്ള ആളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, അല്ല, ഇത് ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ പടയങ്കിയാണ്. മജിസ്ട്രേറ്റിനറിയാം അലി ഇബ്നു അബീ ത്വാലിബ് കളവ് പറയില്ല, പക്ഷേ വ്യവസ്ഥിതി അങ്ങനെയാണ്. അദ്ദേഹം അലിയോട് ചോദിച്ചു, ഇത് നിങ്ങളുടേതാണ് എന്ന് തെളിയിക്കാൻ പ്രാപ്തരായ സാക്ഷികളുണ്ടോ നിങ്ങളുടെ അടുത്ത്? അലി പറഞ്ഞു, ഈ പടയങ്കി ഞാൻ ധരിക്കുന്നത് എൻ്റെ വീട്ടുകാർ മാത്രമേ കാണാറുള്ളൂ. ഇതിന് സാക്ഷിയായി ഞാൻ എൻ്റെ 2 മക്കളെ ഹാജരാക്കാം. ആരാ മക്കള്? ഹസനും ഹുസൈനുമാണ്. ഞാൻ അവരെ ഹാജരാക്കാം, ഈ പടയങ്കി എൻ്റേതാണ് എന്നതിൻ്റെ തെളിവായിട്ട്. ജഡ്ജിക്കറിയാം ഒരിക്കലും കളവ് പറയാത്ത മക്കളാണത്. പക്ഷേ വ്യവസ്ഥ പ്രകാരം ബാപ്പയുടെ സാക്ഷിയാവാൻ മക്കൾ യോഗ്യരല്ല. ബാപ്പക്ക് സാക്ഷിയാവാൻ മക്കൾ യോഗ്യരല്ലാത്തത് കൊണ്ട് ആ സാക്ഷികൾ തള്ളപ്പെട്ടു. മറുകക്ഷിയോട് ഷുറൈഹ് ചോദിച്ചു, ഇത് നിങ്ങളുടേത് തന്നെയാണ് എന്ന് സത്യം ചെയ്തു പറയുമോ? വലിയ പടച്ചോനെ പേടിയൊന്നും ഇല്ലാത്ത അയാള് സത്യം ചെയ്തു, സത്യമായിട്ടും ഇത് എന്റേതു തന്നെയാണ്. അലി കളവ് പറയില്ല എന്ന് ഷുറൈഹിനറിയാം, ഹസനും ഹുസൈനും കളവ് പറയില്ല എന്ന് ഷുറൈഹിനറിയാം. പക്ഷേ വ്യവസ്ഥിതിയോട് ബാധ്യത കാണിക്കണം. ഷുറൈഹ് ആ പടയങ്കി ആ മുശ്രിക്കിൻ്റെതാണ് എന്ന് വിധിക്കുകയും തൻ്റെ പ്രിയപ്പെട്ട പടയങ്കി നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് കോടതിയിൽ നിന്ന് ഇറങ്ങി മടങ്ങിപ്പോവുകയും ചെയ്തു. ഇസ്ലാമിക നിയമവ്യവസ്ഥിതിയുടെ ഒരു വ്യവസ്ഥിതിയോട് ഒരു മുസ്ലിം കാണിക്കേണ്ട കൂറ്, ഹക്ക്, ബാധ്യത പോകുന്ന പോക്കില് ആ മുശ്രിക്കായ മനുഷ്യൻ ചിന്തിച്ചു, എന്താ പണ്ടായേ? സംഗതി അയാളുടേതല്ല എന്ന് അയാൾക്ക് ഉറപ്പാ, അയാൾക്ക് കിട്ടിയതാ ഒരു സ്ഥലത്തുനിന്ന്. പക്ഷേ ഇസ്ലാമികമായ നിയമവ്യവസ്ഥിതിയുടെ സുതാര്യത, ഒരു ഭാഗത്ത് അമീറുൽ മുഅ്മിനീനാണ്, മറുഭാഗത്തൊരു സാധാരണക്കാരനാണ്. പക്ഷെ തെളിവുകളുടെ പിൻബലം സാധാരണക്കാരന്റെ കൂടെ ആയതുകൊണ്ട് അയാൾക്ക് വേണ്ടി വിധിക്കപ്പെട്ട് ആ മനുഷ്യന് വല്ലാത്ത കുറ്റബോധം തോന്നി. അയാൾ തിരിച്ച പടയങ്കിയുമായി ഷുറൈഹിന്റെ ജഡ്ജിയുടെ അടുത്ത് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത്രയും വലിയ ഒരു നിയമവ്യവസ്ഥിതി, ആ വ്യവസ്ഥിതി പ്രകാരം ഞാനിതാ മുസ്ലിം ആകുന്നു, ഈ പടയങ്കി എന്റേതല്ല, ഇത് അമീറുൽ മുഅ്മിനീന് തിരിച്ചു കൊടുക്കണം. ഇത് ചരിത്രത്തിലെ ഒരു തെളിഞ്ഞ സംഭവമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ, അത് ഭരണാധികാരിയാവട്ടെ, ന്യായാധിപനാവട്ടെ, കുടുംബനാഥനാവട്ടെ, ഒരു കമ്മിറ്റിയാവട്ടെ, ആരാവട്ടെ, ഒരു കൊച്ചുകുട്ടിയാവട്ടെ, അവനുമുണ്ടൊരു ബാധ്യത. ആ ബാധ്യതകൾ മനോഹരമായി നിർവഹിക്കപ്പെടുമ്പോൾ അവൻ്റെ ജീവിതവും ചുറ്റുപാടും മനോഹരമാവും. ആ ബാധ്യത എത്ര ചെറുതാവട്ടെ, അത് നിർവഹിക്കപ്പെടാതെ വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും പ്രത്യാഘാതങ്ങളും ഭീകരമായിരിക്കും. ഇന്ന് നമ്മളും നമ്മുടെ ലോകവും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്ക് പിന്നിലും ഈ ഒരു ഉത്തരവാദിത്ത ലംഘനമുണ്ട്. അതാണ് റബ്ബ് പറഞ്ഞത്, ഫമൻ തബിയ ഹുദായ, ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ച നിയമങ്ങൾ അതിനെ ആര് പിൻപറ്റി ജീവിക്കുന്നോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പേടിയില്ലാത്ത, സങ്കടമില്ലാത്ത, നിർഭയത്വത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു ജീവിതം നാം അവർക്ക് നൽകും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പരിഹാരം എന്താണെന്നറിയോ? അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ മനോഹരമായി നിർവഹിക്കാൻ സാധിക്കുന്ന നല്ല മുസ്ലിങ്ങളാവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണോ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചത്, ആരോടൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളാണോ നമ്മളെ ഏൽപ്പിച്ചത്, ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായി നിർവഹിക്കുവാനുള്ള ശേഷിയും കരുത്തും ഈമാനും തൗഫീക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന